നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ CPM ഊരാക്കുടുക്കിൽ. PSC കോഴയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കഥകൾ പുറത്ത്. ജില്ലയിലെ മുതിർന്ന നേതാക്കളും പ്രതിക്കൂട്ടിൽ. പബ്ലിക് സർവീസ് കമ്മീഷനിൽ ബോർഡ് അംഗമായി നിയമനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് 60 ലക്ഷം രൂപയുടെ കരാർ ഉറപ്പിക്കുകയും 22 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത സംഭവം സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ കോഴിക്കോട് CPMന്റെ പല നേതാക്കളും വിവാദങ്ങളിലേക്ക് കടന്നുവരുന്നു. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയ ആളിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ ഇതും ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയും പ്ലൈവുഡ് വ്യവസായിയുമായ പ്രമോദ് കോട്ടൂളിയെയാണ് പാർട്ടി പുറത്താക്കിയത്. പുറത്താക്കൽ തീരുമാനം വന്ന ശേഷം പ്രമോദ് പാർട്ടിക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടത്തിയത്. തനിക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയ ശ്രീജിത്ത് എന്ന മറ്റൊരു ജില്ലാ നേതാവിനെതിരെയാണ് പ്രമോദ് രംഗത്ത് വന്നത്. PSC കോഴ വിവാദം നിലനിൽക്കുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ CPMന്റെ മുതിർന്ന നേതാക്കളടക്കം പലരും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും പല സാമ്പത്തിക തട്ടിപ്പുകളിലും ഭൂമി കച്ചവടത്തിലും ഇടനിലക്കാരായി നിൽക്കുന്നവരാണ് എന്നുള്ള പരാതികളുമുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് അമ്മയെയും കൂട്ടി പാർട്ടിയിൽ പരാതി നൽകിയ ശ്രീജിത്ത് എന്ന സഖാവിന്റെ വീട്ടുപടിക്കൽ സമരം ഇരുന്നതോടുകൂടിയാണ് പ്രശ്നങ്ങളെല്ലാം തകിടം മറിഞ്ഞത്. പ്രമോദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പ്രസ്താവിച്ചത് പ്രമോദ് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി എന്നായിരുന്നു. ഇത് പ്രമോദിന് വല്ലാത്ത മാനസിക സംഘർഷമുണ്ടാക്കി. ഇതേ തുടർന്നാണ് പ്രമോദ് തനിക്കെതിരെ പരാതി നൽകിയ ശ്രീജിത്തിന്റെ വീട്ടുപടിക്കൽ അമ്മയെയും കൂട്ടി സമരത്തിനെത്തിയത്. ശ്രീജിത്തിനെതിരെ പ്രമോദ് പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി പരാതിക്കാരനായിരുന്ന ശ്രീജിത്തും കാലുമാറി. പ്രമോദ് നിയമനത്തിന്റെ പേരിൽ കോഴ വാങ്ങിയതായി താൻ പാർട്ടിയിൽ പരാതി നൽകിയിട്ടില്ല എന്നും പ്രമോദ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നുമാണ് ഇപ്പോൾ ശ്രീജിത്ത് പരസ്യമായി പറയുന്നത്. ഇതോടെ CPM ജില്ലാ നേതൃത്വം ഇപ്പോൾ പ്രതിക്കൂട്ടിലായി. പ്രമോദ് തെറ്റ് ചെയ്തതായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി ഈ കാര്യത്തിൽ പരസ്യമായി പറഞ്ഞത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി 3 പേർ ചേർന്ന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷൻ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദിനെതിരെ നടപടിയെടുത്തത്. എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറയുന്ന ശ്രീജിത്താണ് പരസ്യമായി താൻ ഇത്തരത്തിൽ ഒരു പരാതി പാർട്ടിക്ക് കമ്മിറ്റിക്ക് നൽകിയിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. PSC കോഴ വിവാദം CPMന്റെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഘടകങ്ങളിലും ഇപ്പോഴും വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പ്രമോദിന്റെ പക്ഷക്കാരും പാർട്ടി പക്ഷക്കാരും എന്ന നിലയിലേക്ക് ജില്ലയിലെ പാർട്ടി 2 തട്ടിൽ എത്തി നിൽക്കുന്നത്. പ്രമോദ് പക്ഷക്കാരായ സഖാക്കൾ ജില്ലയിലെ മുതിർന്ന നേതാക്കളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി കഥകളും റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകളും പുറത്തുവിട്ടു. പാർട്ടി ജില്ലാ സെക്രട്ടറി P. മോഹനൻ, മുതിർന്ന നേതാവ് എളമരം കരീം തുടങ്ങിയവരടക്കമുള്ള നേതാക്കൾ എങ്ങനെ കോടീശ്വരന്മാരും ആഡംബര ജീവിതം നയിക്കുന്നവരുമായി മാറി എന്ന ചോദ്യമാണ് ഈ കൂട്ടർ ചോദിക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ അഴിമതിയും അനധികൃത ഭൂമി കച്ചവടം നടത്തുന്ന ഈ നേതാക്കൾ പാർട്ടിക്ക് തന്നെ കളങ്കം തന്നെയാണ് എന്നുകൂടി ഇവർ വിമർശിക്കുന്നുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർമാരടക്കമുള്ള CPM സംഘം നഗരപരിധിയിലും സമീപ പ്രദേശങ്ങളിലും 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ കച്ചവടം നടത്തിക്കഴിഞ്ഞുവെന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘത്തിന് ഈ നേതാക്കൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുവെന്നും ഇതുവഴി കോടിക്കണക്കിന് രൂപ മുതിർന്ന നേതാക്കൾ സമ്പാദിച്ചു കഴിഞ്ഞതായും വിമർശനമുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല എല്ലാ കമ്മിറ്റി ഘടകങ്ങളിലും ഇപ്പോൾ അഴിമതി കഥകളും തട്ടിപ്പ് സംഭവങ്ങളുമാണ് വലിയ ചർച്ചയായി നിലനിൽക്കുന്നത്. പ്രമോദ് എന്ന ഏരിയ കമ്മിറ്റി നേതാവിന്റെ പേരിൽ തുടങ്ങിവെച്ച കോഴ വിവാദം വളർന്നു വലുതായി ജില്ലയിലെ CPMന് മേൽ വല വീശി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അഴിമതിയും തട്ടിപ്പും നടത്താത്ത ഒരു നേതാവ് പോലും കോഴിക്കോട് ജില്ലയിലെ CPMനകത്ത് ഇല്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മുതിർന്ന നേതാക്കൾ നേരിട്ട് തന്നെ ഇടപെട്ട് ചില കോർപ്പറേഷൻ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കച്ചവടം നടത്തി വലിയ തോതിൽ കമ്മീഷൻ പറ്റിയതായും വാർത്തകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ സ്ഥാപനങ്ങളുടെ വസ്തുക്കളാണ് ഈ തരത്തിൽ മുതിർന്ന നേതാക്കൾ ഇടനിലക്കാരായി നിന്ന് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ CPM പാർട്ടിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നേതാക്കളിൽ നിന്നും പുറത്തുവരുന്ന ആരോപണങ്ങളും പരാതികളുമാണ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വലിയ തോതിൽ സാമ്പത്തികമായി വളർന്നതാണ് സാധാരണ പാർട്ടി സഖാക്കളിൽ രോഷമുണ്ടാക്കാൻ കാരണമായിരിക്കുന്നത്. നന്ദി, നമസ്കാരം.